ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ വിവാദങ്ങൾക്കിടെ ഫെഫ്കയുടെ യോഗങ്ങൾ ഇന്നു മുതൽ തുടങ്ങുകയാണ്. റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ യോഗം വിശദമായി ചർച്ച ചെയ്യുമെന്നറിയുന്നു. പരാതിക്കാരിയായ നടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് മുകേഷിന്റെ ഫ്ളാറ്റിൽ പരിശോധന നടത്തുമെന്നും സൂചനയുണ്ട്. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്നും തത്സമയം ചേരുന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് എന്തൊക്കെയായിരിക്കും നീക്കം? വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഫെഫ്കയുടെ യോഗം, അതിനൊപ്പം മുകേഷിന്റെ മരടിലുള്ള വില്ലയിൽ SITയുടെ ഒരു തെളിവെടുപ്പ് നടക്കും എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന് പിന്നാലെ ഉണ്ടായ പരാതികളുമൊക്കെ ബന്ധപ്പെട്ട് ഇന്ന് കൊച്ചിയിൽ നടക്കുന്ന പ്രധാന സംഭവങ്ങൾ. ആദ്യത്തെ കാര്യത്തിലേക്ക് വന്നാൽ ഫെഫ്കയുടെ യോഗം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഫെഫ്കയിൽ ഉൾപ്പെട്ട 21 യൂണിയനുകളുടെ യോഗങ്ങളാണ് ആരംഭിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറത്തുള്ള ഫെഫ്കയുടെ നിലപാട് എന്താണ്, സർക്കാരിലേക്ക് ഏതൊക്കെ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കണം, ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഫെഫ്കയിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ പൊട്ടിത്തെറികൾ എങ്ങനെ പരിഹരിക്കണം എന്നടക്കമുള്ള ചർച്ചകളാകും ഈ യോഗങ്ങളിൽ പ്രധാനമായും ഉണ്ടാവുക. യൂണിയനുകളുടെ യോഗങ്ങൾ അവസാനിച്ച ശേഷം സെപ്റ്റംബർ 2 മുതൽ ഇവിടെ ജനറൽ ബോഡി കൂടി ചേരുകയാണ്. അതിലായിരിക്കും ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടായി, നിലപാട് രൂപീകരണം ഉണ്ടായി, അത് പുറത്തു പറയുക, അതായത് മാധ്യമങ്ങളെ കണ്ട നിലപാട് വ്യക്തമാക്കുക. അതിന് പിന്നാലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണങ്ങൾ ഒപ്പം വെളിപ്പെടുത്തലുകളെല്ലാം ചേർത്ത് അതിൽ ഒരു നിർദ്ദേശങ്ങൾ രൂപീകരിക്കാനും അത് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കാനും ഫെഫ്കയിൽ തീരുമാനമായിരുന്നു. അത് 3-ാം തീയതിക്ക് ശേഷം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് സമർപ്പിക്കാനാണ് ഫെഫ്കയിൽ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഇന്നലെ ആഷിഖ് അബു ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചിരുന്നു. നിലപാട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇക്കാലം അത്രയും ഒരു നിലപാട് പറയാൻ ഫെഫ്കയ്ക്കായില്ല എന്നടക്കമുള്ള രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു രാജി. അതിലും ഒരു ചർച്ചയുണ്ടാകും. കൂടുതൽ രാജികൾ ഉണ്ടെങ്കിൽ അത് തടയാനുള്ള ഒരു ശ്രമങ്ങളും ഫെഫ്കയുടെ നേതൃത്വത്തിൽ നിന്നുണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുകേഷിന്റെ മരടിലുള്ള വില്ലയിൽ SITയുടെ പരിശോധന ഇന്നുണ്ടാകുമോ എന്നുള്ളതാണ്. ഇന്നലെ SIT അവിടെ ഒരു പരിശോധനയ്ക്ക് മുതിർന്നെങ്കിലും ചില കാരണങ്ങൾ കൊണ്ട് അവർക്ക് ഫ്ളാറ്റിനുള്ളിലേക്ക്, അതായത് വില്ലയ്ക്കകത്തേക്ക് കയറാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്നലെ മുകേഷ് കൊച്ചിയിലുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഒരു പരിശോധന, തെളിവെടുപ്പ് എന്നുള്ള നിലയിലേക്കൊക്കെ വില്ലയിലേക്ക് എത്താൻ SIT ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സാഹചര്യങ്ങൾ അനുകൂലമായാൽ ആ വില്ലയ്ക്കുള്ളിലേക്ക് കടക്കാൻ സാധിച്ചാൽ ഇന്ന് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ നടി വെളിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു തെളിവെടുപ്പ് ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മരടിലുള്ള ഈ വില്ലയിൽ വെച്ച് അവരെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് നടി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. അതായത് പ്ലേസ് ഓഫ് ഒക്കുറൻസ് എന്ന് പറയുന്നത് മരടിലെ വില്ലയാണ്. എന്തായാലും ആ SITയുടെ പരിശോധനയ്ക്ക് ഇന്ന് കടക്കുമോ എന്നുള്ളതും ഉറ്റുനോക്കപ്പെടുന്ന ഒരു കാര്യമാണ്.